കോഴിക്കോട് കൊയിലാണ്ടിയിൽ യുവതിയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. കൊയിലാണ്ടി തിക്കൊടിയിൽ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന കൃതിക ബസ്സിൽ നിന്നാണ് യുവതിയെ ഇറക്കിവിട്ടത്. രാത്രി സമയത്ത് ഹൈവേയിൽ ഇറക്കിവിട്ട യുവതിയെ നാട്ടുകാരാണ് സഹായിച്ചത്. യുവതിയുടെ പ്രതികരണം ആദ്യം കേൾക്കാം. കൃതിക ബസ് കോഴിക്കോട് കണ്ണൂർ അല്ലേ? മോള് കാര്യത് എവിടുന്ന് കാര്യത്? കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് കാര്യത് തിക്കോടി ടൗണില് ഹൈവേന്റെ മുകളിൽ ഇറക്കി, വഴിയില്ലാത്ത സ്ഥലത്ത് അല്ലേ? വേണി വെച്ച് താഴെ ഇറക്കി അല്ലേ? സനീറ്റ നമ്മളോടൊപ്പം ഉണ്ട് കോഴിക്കോട് നിന്ന്. സനീറ്റ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ആനന്ദ്, സംസ്ഥാനത്തെ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് അവർക്ക് സൗകര്യപ്രദമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ബസ്സുകൾ നിർത്തി നൽകണമെന്ന സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാർ നാമനിർദ്ദേശം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് ദൗർഭാഗ്യകരം. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 8 മണിയോടുകൂടിയാണ്, അതും രാത്രി 8 മണിയോടുകൂടിയാണ് ഈ കൊയിലാണ്ടി തീക്കോടിയിൽ ഇത്തരം ഒരു സംഭവം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ യാത്രക്കാരി തനിക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങണമെന്ന ഒരു ആവശ്യം ഈ ബസ് കണ്ടക്ടറോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിക്കോളൂ എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും ആ സാഹചര്യത്തിൽ ആ സ്ത്രീ അവിടുന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഈ നാട്ടുകാരാണ് ആ സ്ത്രീയെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹൈവേയിലാണ് ഈ സ്ത്രീയെ ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ബസ്സുകളും വലിയ ആൾത്തിരക്കുമുള്ള ഈ ഹൈവേയിലാണ് ഈ സ്ത്രീയെ ഇറക്കി വിടുന്നത്. എന്തായാലും അപ്പോൾ തന്നെ നാട്ടുകാർ ഉടൻ ഈ സ്ത്രീയെ കാണുകയും തുടർന്ന് സാഹചര്യത്തിൽ എത്തുകയും അവരെ സഹായിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു. എന്തായാലും ഈ സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ നാമനിർദ്ദേശം എല്ലാം മറികടന്നാണ് ഇത്തരത്തിൽ ഈ ബസ്സിന്റെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു ഈ സമീപനം ഉണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആനന്ദ്.